അന്ന് വെള്ളിയാഴ്ചയായിരുന്നു, പിറ്റേത് ശാബത്തും. അതുകൊണ്ട് ശരീരങ്ങളെ കുരിശിൽ കിടക്കുവാൻ പാടില്ലെന്ന് യൂദന്മാർ പറഞ്ഞു. എന്തെന്നാൽ ആ ശാബത്ത് വലിയ ദിവസമായിരുന്നു. താൻ മൂലം കുരിശിൽ തറയ്ക്കപ്പെട്ടവരുടെ കണങ്കാലുകൾ തകർത്ത് ശരീരം താഴ്ത്തിയിറക്കണമെന്ന് അവർ പീലാത്തോസിനോട് അവകാശപ്പെട്ടു. ആകയാൽ പടയാളികൾ വന്ന് മിശിഹായുടെ കുരിശിൽ തറയ്ക്കപ്പെട്ടിരിക്കുന്ന 2 പേരുടെയും കണങ്കാലുകൾ തകർത്തു. ഈശോയെ പണ്ടേ മരിച്ചവരിൽ നിന്ന് കണ്ടറിഞ്ഞതിനാൽ അവിടുത്തെ കണങ്കാലുകൾ തകർത്തില്ല. എങ്കിലും പടയാളികൾ ഒരു കുന്തം കൊണ്ട് അവിടുത്തെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. അനന്തരം മിശിഹായുടെ മൃതദേഹം കുരിശിൽ നിന്നിറക്കി അവർ മാതാവിൻ്റെ മടിയിൽ കിടത്തി. ഏറ്റവും വ്യാകുലമായ മാതാവ് അങ്ങേ വാത്സല്യപുത്രൻ്റെ മടിയിൽ കിടന്നുകൊണ്ട് മൂകമായ ഭാഷയിൽ അന്ത്യയാത്ര പറയുമ്പോൾ അങ്ങ് അനുഭവിച്ച സങ്കടം ആർക്ക് വിവരിക്കാൻ കഴിയും? ഉണ്ണിയായി പിറന്ന ദേവകുമാരനെ ആദ്യമായി കയ്യിലെടുത്ത മുതൽ ഗാഗുൽത്ത വരെയുള്ള സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങ് സഹിച്ച പീഡകളെ ഓർത്ത് ജീവിത ദുഃഖത്തിൻ്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞാൻ ധൈര്യപ്പെട്ട് ആശ്വസിക്കുമാറാകട്ടെ. ഹലോ, പറഞ്ഞോളൂ.